പണ്ട് നമ്മുടെ മുത്തച്ഛനും അവരെ മുത്തച്ഛനും ജീവിച്ചത് എങ്ങനെയാണ്? കൃഷിയിലൂടെ അല്ലേ? അന്ന് അവർ ജീവിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല? ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും കൃഷി ചെയ്യാത്തത്? കൃഷിയെ കൃഷിയായിട്ട് കാണരുത്. കൃഷിയെ ഒരു ബിസിനസ് ആയിട്ട് കാണാമെങ്കിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഈ ഭൂമി ദേവിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷിയെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കും സമ്പന്നമാകാം. KSS എന്ന് പറയുന്നത് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. 12 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് 4 ലക്ഷത്തിൽ മെമ്പേഴ്സ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറച്ച് പേരുണ്ട് നാഷണൽ ഡയറക്ടേഴ്സ്. അപ്പോൾ അതിൽ എന്നെ ഇതിൽ ക്ഷണിക്കാൻ വേണ്ടി കുറച്ച് നാളായി. ലിൻഡു പറഞ്ഞ പോലെ തന്നെ പൊതുവെ ഇത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും മുൻനിരയിലേക്ക് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനും MD ഏൽപ്പിക്കാറുള്ളത്. MD ആണ് പറ്റിയ ആൾക്കാർക്ക് കണ്ടല്ലേ പറഞ്ഞത്. യെസ്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ കൃഷിയുമായിട്ട് ഭയങ്കര കണക്റ്റായിട്ടുള്ള സംഭവം. കൃഷി മാത്രമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അത്യാവശ്യമായിട്ട് കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. വലിയ രീതിയിലല്ല, നമ്മൾ വീട്ടിലൊക്കെ അടുക്കള കൃഷി ചെയ്യില്ലേ? ചീര, പാവയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് പണ്ടേ മുതലുണ്ട്. ഒരു കൃഷിക്കാരെന്നുള്ള സംഭവം മനസ്സിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു കോട്ടിട്ട കർഷകരുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മിഷൻ നമുക്ക് സെറ്റ് ചെയ്താലോ? അറിയില്ലേ? യെസ്. ഇവിടെ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് കർഷകർ സമ്പന്നരായില്ലെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ പോലെ ഒറ്റമുണ്ടെടുത്ത് ഇറങ്ങി പണിയെടുക്കും. ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ഞങ്ങൾ പണിയെടുക്കില്ല. കോട്ടിട്ട കർഷകർ ഞങ്ങൾ എന്ത് ചെയ്യും? പണിയെടുപ്പിക്കും. അതാണ് കൃഷിയെ ഒരു ബിസിനസ് ആയി കണ്ടെങ്കിൽ അതിൽ നിന്ന് സമ്പന്നനാവാം. ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജികളുണ്ട്. ഈ കിസാൻ സർവീസ് സൊസൈറ്റി ഈ വർഷത്തെ അവരുടെ ഒരു മുദ്രാവാക്യം പരിവർത്തി കാണിക്കുന്ന 3 T ആണ്. ടി. അതിൽ ഒന്നാമത്തെ T ആണ് ടൂറിസം. അതായത് കൃഷിയെ ടൂറിസമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ഏതൊക്കെ സാധ്യതകൾ കണ്ടെത്താനുള്ള അതാണ് കിസാൻ സർവീസ് സൊസൈറ്റി 4 ലക്ഷത്തിലധികം മെമ്പേഴ്സുള്ള 12 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൃഷിയെയും ടൂറിസത്തെയും കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒന്നാണ് ടെക്നോളജി കൂടെ കൃഷിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൃഷി എത്രത്തോളം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അതിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളതാണ് രണ്ടാമത്തെ T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതാണ് അതിലുള്ള T ട്രേഡ് എന്ന് പറഞ്ഞാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടിയ വിലക്ക് കർഷകർക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ അതിന് മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള വലിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു വിപണന ശൃംഖല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആ ട്രേഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഈ ഒരു KSSന്റെ പുതിയ പദ്ധതിയുമായിട്ട് ഈ വർഷത്തെ പ്രവർത്തന മാതൃകയായിട്ട് ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും 3 കാര്യങ്ങളാണ്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടൂറിസം ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് KSS 3 കാര്യങ്ങളാണ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ 2 കൊല്ലം മുമ്പ് തുടങ്ങി. യെസ്, അതെ. ഈ KSSന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരുപടി മുന്നിലാണ് തന്നെ പറയാം. നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് ട്രാക്കിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു താല്പര്യവും അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അടങ്ങുന്നതായിട്ടുള്ള ഈ ഒരു ശക്തി ഇന്ന് അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോട് കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താ? വേണമെങ്കിൽ ഞങ്ങൾ USP എന്ന് പറയുന്നത് ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USP എന്ന് പറയുന്നത് ഒരുപാട് USP ഉണ്ട് കമ്പനിക്ക്. യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ USP എടുത്ത് പറയാവുന്ന ഏറ്റവും വലിയ ഒരു USP എന്താ? യെസ്, അതന്നെ, നിങ്ങളാണ്. അതായത് ഇത്രയും ശക്തരായി കൂടെ നിൽക്കുന്ന, പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരാൻ ചങ്കൂറ്റമുള്ള ഒരു കൂട്ടം ഫയറുള്ള, ഇതിൽ കൂടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അതായത് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഞങ്ങളെ തേടിയെത്തുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ സ്ക്രീനിൽ ഒരുപാട് അവാർഡുകൾ കണ്ടു. ഞങ്ങൾ 2 പേര് പഴയ പോലെ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് നടത്തി ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് പോകുമായിരുന്നെങ്കിൽ ഇത് ഏത് അവാർഡ് ഞങ്ങൾക്ക് കിട്ടാനാ? ഞങ്ങൾ ആരെങ്കിലും അറിയോ? പിന്നെ നിങ്ങളാകുന്ന ഒരു ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ KGF ഡയലോഗ് നമ്മുടെ കൂടെ 100 പേരുണ്ടെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യാം. നമ്മുടെ മുമ്പിൽ 1000 പേരുണ്ടെങ്കിൽ ഈ ലോകം തന്നെ കീഴടക്കാം. യെസ്, ഇത്രയും ശക്തരായിട്ടുള്ള ടീം കൂടി ഉണ്ടെങ്കിൽ ഒരു യുദ്ധമല്ല 1000 യുദ്ധങ്ങൾ ജയിക്കാനുള്ള ശക്തി, അതാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ഈ പ്രൊജക്ട് 100 കോടി പ്രൊജക്റ്റാണ്. 8 ദിവസം കൊണ്ട് ഞങ്ങൾ വിറ്റ് തീർത്തിരിക്കും.